ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷംന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആയത്തുൽ കുർസി നമ്മൾ ചെയ്തതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ടിൽ നമ്മൾ നമ്മുടെ നടുവത്തെ പോർഷൻസ് മൊത്തം കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇതിൻ്റെ ബേസിക്സ്, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ എന്തായാലും ഫസ്റ്റത്തെ വീഡിയോ കാണണം. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പോരാത്തതിന് തന്നെ കാർഡിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആ നടുവത്തെ ഭാഗം കംപ്ലീറ്റ് ആക്കിയെന്നൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ പോർഷൻ ഞാൻ ഓൾറെഡി പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെൻസിലിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കാണാത്ത കാരണം ഞാൻ എങ്ങനെയാണ് പെൻസിൽ കൊണ്ട് എഴുതിയെന്നുള്ളത് നിങ്ങൾക്ക് പെൻ വെച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതൊരു ഡബിൾ സ്ട്രക്ചറിലാണ് ഞാനിത് കൊടുക്കുന്നത്. ഓരോ ലെറ്റേഴ്സും എഴുതി കഴിഞ്ഞതിന് ശേഷം ആദ്യം നിങ്ങൾ പെൻസിൽ കൊണ്ട് ഒരു സിംഗിൾ സ്ട്രക്ചറായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനൊരു ഡബിൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡബിൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ഭാഗത്ത് ഭയങ്കര തിന്നായിട്ടും ചില ഭാഗത്ത് ഭയങ്കര തിക്കായിട്ടും ആയിരിക്കും ഓരോ ലെറ്റേഴ്സിൻ്റെയും കെടുക്കുന്നുണ്ടാവുക, അതിൻ്റെ ലെറ്റേഴ്സിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അങ്ങനെ ഷേപ്പ് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല അതിൻ്റെ ആ തിക്നെസ് എന്ന് പറയുന്നത്. ചില ഭാഗത്ത് കുറവും ചില ഭാഗത്ത് കൂടുതലുമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ കേർവ് വരുന്ന ഭാഗത്തുണ്ടല്ലോ, അതായത് വളവ് വരുന്ന ഭാഗത്ത് തിക്നെസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസിൽ തിക്നെസ് കൂടുതലായിരിക്കും. അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഒരു ഇതൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ലെറ്റേഴ്സിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ളൊരു അറിവുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയിട്ടും ചെയ്യാൻ പറ്റും. അതായത് റെഫറൻസ് പിക്ചർ നോക്കിയിട്ട് നമുക്ക് അതുപോലെ തന്നെ കോപ്പി ചെയ്തെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ലെറ്റേഴ്സിൻ്റെ അനാട്ടമി മൊത്തം അറിയണമെന്നില്ല. അപ്പോൾ മെഷർമെൻറ്റ്സ്, നുക്തയുടെ മെഷർമെൻറ്റ്സ് ഒന്നും അറിയണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു റെഫറൻസ് പിക്ചർ നോക്കിയിട്ട് അതുപോലെ തന്നെ നോക്കിയോ വരച്ചാലും മതി കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തത്തെ അത് നുക്തയുടെ അളവ് വെച്ചിട്ട് തന്നെയാണോ വരയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ റെഫറൻസ് പിക്ചർ നോക്കി വരയ്ക്കുന്നത് കാരണം അതുപോലെ തന്നെ കോപ്പി ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. അല്ലാതെ ഇതിൽ മെഷർമെൻറ്റൊന്നും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് കൊടുക്കുന്നില്ല. മാക്സിമം നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ നോക്കുക. പോരാതെ തന്നെ നമ്മുടെ ലെറ്റേഴ്സ് മാറിപ്പോവാതിരിക്കാനും നോക്കുക. ഖുർആനിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ചേഞ്ചസ് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ മീനിങ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെക്കണ സാധനമാണല്ലോ, നമ്മൾ നോക്കി വായിക്കും വേണം. അപ്പോൾ വായിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ അക്ഷരം മാറിപ്പോയിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം മാറുമല്ലോ. അതുകൊണ്ട് മാക്സിമം വളരെ ശ്രദ്ധയോടെ അത്യാവശ്യം ടൈം എടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് അറിയില്ല, ചിലർക്ക് മനസ്സിലാവും കൂടി ഇല്ല അത് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും മനസ്സിലാക്കാൻ മാക്സിമം നോക്കുക. ഞാൻ എന്തായാലും 2 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇതെങ്ങനെ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റെഫറൻസ് പിക്ചറും നമ്മുടെ വരയ്ക്കുന്ന പിക്ചറിൻ്റെയും റൗണ്ട് ഷേപ്പ് ഒരു ക്ലോക്ക് എന്ന രീതി പോലെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ തോന്നും, എന്നാലും ഒന്ന് സങ്കല്പിച്ച് നോക്കുക. സങ്കല്പിച്ച് നോക്കിയതിന് ശേഷം നമ്മുടെ ക്ലോക്കിലെ 3ാമത്തെ നമ്പർ ഉണ്ടല്ലോ, അതുവരെയുള്ള പോർഷൻസ് നമ്മുടെ റെഫറൻസ് പിക്ചറും നമ്മൾ വരയ്ക്കുന്ന പിക്ചറുമായിട്ട് എക്സാക്ട് മാച്ചാണോ നോക്കുക. ഇപ്പോൾ എക്സാക്ട് മാച്ച് ആണെങ്കിൽ മാത്രം നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്ക് കിടക്കുക. ഇപ്പോൾ 1 മണി തൊട്ട് 3 മണി വരെയുള്ളതാണ് നമ്മളിതിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ പോർഷൻസാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് വെച്ചെങ്കിൽ നമ്മുടെ റെഫറൻസ് പിക്ചറും നമ്മുടെ പിക്ചറും തമ്മിൽ എക്സാക്ട് മാച്ചാണോ നോക്കുക. എക്സാക്ട് മാച്ചും അതുപോലെ തന്നെ അതുവരെ ഉള്ളത് കംപ്ലീറ്റ് ആക്കിയോ, നമ്മുടെ ആക്ച്വൽ പേജിൽ കംപ്ലീറ്റ് ആക്കിയോ എന്നുള്ളതും കൂടി ശ്രദ്ധിച്ചതിന് ശേഷം അത് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം, അത് പെർഫെക്റ്റ് ആക്കിയാൽ മാത്രം നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് മൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 3 മുതൽ 6 വരെയുള്ള നമ്പർ വരെ നോക്കുക. അത് കഴിഞ്ഞിട്ട് 6 മുതൽ 9 വരെ, അത് കഴിഞ്ഞ് 9 തൊട്ടിട്ട് ഏകദേശം ഒരു 11, അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് വരിക. കാരണം അല്ലാ എന്നുള്ള പാട്ടിലാണ് മിക്കതും നമുക്ക് 11 മുതൽ നമ്മുടെ 1 മണി വരെയുള്ള ആ സൂചി നിൽക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഒന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കുക. നമ്മുടെ ക്ലോക്കിൻ്റെ സ്ട്രക്ചറായിട്ട് നമുക്കൊന്ന് നമ്മൾ വരയ്ക്കുന്ന ഇമേജ് ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിൽ സങ്കല്പിച്ചതിന് ശേഷം നമ്മളൊരു മനസ്സിൽ തന്നെ സൂചിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പെൻസിലോണ്ട് മാർക്ക് ചെയ്താലും മതി. നമ്മുടെ ക്ലോക്കിലത്തെ നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, 12, അതിന് 1 മുതൽ വീണ്ടും 12 വരെയുള്ള നമ്പേഴ്സ് എങ്ങനെയാണോ ക്ലോക്കിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ വട്ടത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെഫറൻസ് പിക്ചർ നോക്കുക. റെഫറൻസ് പിക്ചറിൽ ആ സെയിം പോർഷനിൽ ഉള്ള കണ്ടൻറ്റ് തന്നെ നമ്മൾ ആ പോർഷൻ്റെ ഉള്ളിൽ എഴുതാൻ നോക്കുക. 1 മണി തൊട്ട് 3 മണി വരെയുള്ള സ്പേസിൽ നമ്മൾ എഴുതാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് 3 മണി തൊട്ട് 6 മണി വരെ. ഇതൊക്കെ ഫുള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത പോർഷനിലേക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലായിട്ടുണ്ട് വെച്ചെങ്കിൽ ഒരുവിധം റൗണ്ട് ഷേപ്പിലുള്ള
ആയത്തും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. റൗണ്ട് ഷേപ്പിലുള്ള ഒരുവിധം സ്ട്രക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഈസിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. നിങ്ങൾ ചിലപ്പോൾ നേരത്തെ തന്നെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കും. എന്തായാലും ഈ മെത്തേഡ് ഞാനിട്ട പേര് ക്ലോക്ക് മെത്തേഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലോക്ക് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വെച്ചിങ്ങനെ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. ഇത് ആദ്യം കേൾക്കുമ്പോൾ എന്തോ പോലൊക്കെ തോന്നും, എന്നാലും നമ്മൾ മനസ്സിലങ്ങനെ സങ്കല്പിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. ചിലപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ക്ലോക്കിൻ്റെ ഷേപ്പിലൊന്നും ആയിരിക്കില്ല മനസ്സിൽ കാണുക. അപ്പോൾ ഞാൻ മനസ്സിലെങ്ങനെയാണ് കാണുന്നത് അതുപോലെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലത്തെ ഫസ്റ്റ് ടിപ്പ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പെൻസിലിൻ്റെ മാർക്കാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പെൻസിലിൻ്റെ മാർക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മായ്ക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അത് മായ്ക്കാൻ പറ്റില്ല എന്ന് വരും. ചിലപ്പോൾ മായ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസും നമ്മൾ വരച്ചത് ചിലപ്പോൾ കീറിപ്പോകാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ പതുക്കെ മാത്രം വരയ്ക്കുക, നമുക്ക് കാണാവുന്ന രീതിയിൽ മാത്രം വരയ്ക്കുക. ദെൻ പിന്നെ ശ്രദ്ധിക്കേണ്ടത് വരച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ എക്സാക്റ്റ് ആയിട്ട് വരയ്ക്കാൻ നോക്കുക. പുറത്തേക്കൂടൊക്കെ വരുന്നുണ്ട് വെച്ചെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻസിലിൻ്റെ മാർക്കിനെ കുറിച്ചിട്ട്. ദെൻ പിന്നെ പറയാനുള്ളത് നമ്മുടെ ഔട്ടർ ലൈൻ ഉണ്ടല്ലോ, അതിന് ക്രോസ് ചെയ്തിട്ട് അതിന് പുറത്തേക്ക് നമ്മുടെ വരക്കുന്നത് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയാലും അതുപോലെ തന്നെ പുറത്തേക്ക് വന്നാലും തന്നെ അതിൻ്റെ റൗണ്ട് ഷേപ്പ് ഡിഫറെൻ്റ് ആയിട്ട് വരും. റൗണ്ട് ഷേപ്പ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ട് വെച്ചെങ്കിൽ ഭംഗി മൊത്തം പോകട്ടോ. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം കവർ ചെയ്യുന്ന വിധത്തിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹർക്കത്തും തഷ്കീലും അതുപോലെ തന്നെ ഓർണമെൻ്റൽ സിമ്പിൾസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് ആ റൗണ്ട് പെർഫെക്റ്റ് ആക്കാൻ നോക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലത്തെ ഫോണ്ടിനേക്കാൾ ചെറിയ ഫോണ്ടിലാണ് നമ്മളിത് എഴുതുന്നത് പുറത്ത്. അപ്പോൾ ആ പുറത്തെ ഫോണ്ട് അധികം വലുതായി ഉണ്ടെച്ചെങ്കിൽ ഇതിൽ മൊത്തത്തിൽ കൊള്ളില്ല. അപ്പോൾ മാക്സിമം ഉള്ളിലേക്ക് കറക്റ്റ് ആവുന്ന വിധത്തിൽ വേണം നമ്മുടെ ഫോണ്ട് സൈസ് ഫിക്സ് ചെയ്യാൻ. അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ക്ലോക്ക് മെത്തേഡ്, അത് വെച്ചിട്ട് നമുക്ക് മാക്സിമം ഫിറ്റാക്കാൻ പറ്റും. അതായത് കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ട് നമുക്ക് മുഴുവൻ കവർ ചെയ്യുന്ന വിധത്തിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫോണ്ട് സൈസ് മാക്സിമം അതിന് മാച്ചാവുന്ന രീതിയിൽ, വല്ലാണ്ട് ചെറുതാക്കാനും പാടില്ല എന്നാൽ വല്ലാണ്ട് വലുതാക്കാനും പാടില്ല, അതിന് മാച്ചാവുന്ന രീതിയിൽ ഫിക്സ് ആക്കുക കേട്ടോ. പിന്നെ ഈ സെയിം മെഷർമെൻറ്റിൽ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ദെൻ എനിക്ക് പറയാനുള്ളത് ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വരക്കുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ പെൻസിലുകൊണ്ടും വരക്കണം, ഇതുപോലെ പെന്നുകൊണ്ടും ഔട്ടർ ലൈൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച കാരണമാണ് പിന്നെ അത് കാണിക്കാത്തത്. നിങ്ങൾ പെൻസിലുകൊണ്ട് വരച്ചതിന് ശേഷം പെൻ കൊണ്ട് വീണ്ടും ഔട്ടർ ലൈൻ കൊടുക്കണം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് ഒരു പെർഫെക്ഷൻ വരുള്ളൂ. നമ്മളിത് ഔട്ടർ ലൈൻ കൊടുക്കാതെ പിന്നെ ആദ്യം തന്നെ ഫില്ല് ചെയ്ത് കൊണ്ടുവരികയാണെന്ന് വെച്ചെങ്കിൽ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അല്ലെച്ചെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ഔട്ടർ ലൈൻ കൊടുക്കാം. അതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഔട്ടർ ലൈൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫില്ല് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ പലർക്കുള്ള ഡൗട്ടാണ് ഈ ജെൽ പെൻ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ജെൽ പെൻ യൂസ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ വെള്ളമായിട്ട് വെച്ചെങ്കിൽ ഇത് ഇങ്ക് സ്പ്രെഡ് ആവും. അപ്പോൾ അത് ഫ്രെയിം ചെയ്താൽ മതി. ഫ്രെയിം ചെയ്താൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇങ്ക് പിന്നെ സ്പ്രെഡ് ആവാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള പ്രശ്നം ചോദിച്ചു. ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ് വെച്ചെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ മാർക്കറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിലേക്ക് പടരാനുള്ള ചാൻസ് കുറച്ച് കാണുന്നുണ്ട്. പിന്നെ പെന്നാണ് യൂസ് ചെയ്യുന്ന കാരണം വല്ലാണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഫേക്ക് കാലിഗ്രഫിയാണ്, ബാമ്പു കലം വെച്ചിട്ടാണ് ശരിക്കും കാലിഗ്രഫി ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനോട് ആ അഭിപ്രായം എനിക്കില്ല. കാലിഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെക്കറേറ്റീവ് ഹാൻഡ് റൈറ്റിംഗ് എന്നാണ് മീനിങ്. പിന്നെ കാലിഗ്രഫി ചെയ്യാൻ ബാമ്പു കലം മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു കൺസെപ്റ്റ് ഇല്ല കേട്ടോ. നമുക്ക് പലതരം കലംസ് അവൈലബിൾ ആണ്. ഇന്തോനേഷ്യൻ കലംസ്, ബിലി കലംസ്, സെലി കലംസ്, അങ്ങനെ കുറേ കലംസ് അവൈലബിൾ ആണ്. പോരാത്തതിന് മാർക്കേഴ്സും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാലിഗ്രഫേഴ്സ്, എൻ്റെ കാര്യം നോക്കണ്ട, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാലിഗ്രഫേഴ്സ് പോലും ഈവൻ ഇത് വെച്ചിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് വരെ കാലിഗ്രഫി ചെയ്യുന്നതായിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി അത്രയും നിർബന്ധം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ അറിവില്ല. സോ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൊത്തം പെൻസിലുകൊണ്ട് എഴുതിയിട്ടുള്ളത് ഞാൻ പെന്നുകൊണ്ട് കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഹറക്കത്തിടുന്നതിലേക്കും തഷ്കീലിടുന്നതിലേക്കും കിടക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ ഓർണമെൻറ്റൽ സിമ്പിൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓർണമെൻറ്റൽ സിമ്പിൾസ് ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്പേസിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സിമ്പിൾസൊക്കെ ഇടുമ്പോൾ മാക്സിമം നമ്മുടെ ആ റൗണ്ട് ഷേപ്പ് കവർ ചെയ്യുന്ന വിധത്തിലാക്കാൻ നോക്കുക. വല്ലാണ്ട് വലുതാക്കിയിട്ടൊന്നും ഓർണമെൻറ്റൽ സിമ്പിൾസ് കൊടുക്കണം എന്നില്ല. അപ്പോൾ പലർക്കുള്ള ഡൗട്ട് ഓർണമെൻറ്റൽ സിമ്പിൾസ് എന്താണെന്നൊക്കെ പലർക്കും ഇപ്പോഴും
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതെന്താണെന്നുള്ളത്. അപ്പോൾ തഷ്കീലിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഹർക്കത്തിനെ കുറിച്ചൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അറബിക് കാലിഗ്രഫി തുളുത്ത് ബേസിക്സ് അങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ഈ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്ന വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബുക്ക് ഉണ്ടാക്കും, അതായത് ഒരു കാലിഗ്രഫിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബുക്ക് ഉണ്ടാക്കും. ആ ബുക്കിൽ നമ്മൾ അതാണ് ഒരു വീഡിയോ. അത് കഴിഞ്ഞിട്ട് ആ ബുക്കിൽ നമ്മൾ ഇനി ലെറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഡീപ്പായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇൻട്രസ്റ്റ് കുറേ പേർക്ക് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ലെറ്റേഴ്സിൻ്റെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള വേർഷൻ മാത്രമല്ല, അത് ബിഗിനിങ്ങിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, മിഡിലിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, എൻഡിൽ വന്നാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഇതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ലെറ്റേഴ്സിൻ്റെയും ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്, എനിക്കറിയുന്ന സ്ട്രക്ചേഴ്സൊക്കെ ഡീപ്പായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഓരോ വീഡിയോയിലും 2 ലെറ്റർ വെച്ചിട്ടായിരിക്കും മിനിമം കൊള്ളുക, എന്നാൽ തന്നെ അത്യാവശ്യം ലെങ്ത് ആയിരിക്കും വീഡിയോ. അപ്പോൾ മാക്സിമം എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ബുക്കായിരിക്കും. ദെൻ നമ്മുടെ ക്യാൻവാസിൻ്റെ ഒരു വീഡിയോ ബാക്കിയുണ്ടല്ലേ, അപ്പോൾ അതും ഞാൻ ഇടയിൽ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ ലെറ്റേഴ്സിൻ്റെ വീഡിയോ ആണെങ്കിൽ 2 എണ്ണം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം. പിന്നെ മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു, ഇപ്പോഴാണ് ചെയ്യാൻ സമയം കിട്ടിയത്. അതായത് നമ്മളെങ്ങനെയാണ് ഗ്ലിറ്റർ വെച്ചിട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പെൻഡിങ് ഉണ്ട്, അത് ഞാൻ ചെയ്യാം ഇൻഷാ അല്ലാ. ഇനിയിപ്പോൾ ഇതിൽ ഡീപ്പായിട്ട് പറയാനൊന്നുമില്ല, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഞാനിനി ലാസ്റ്റ് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടി പറഞ്ഞുതരാം കേട്ടോ.
നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കളർ ചെയ്യലാണ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ കളർ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലായ്പ്പോഴും ചെയ്യാറൊന്നുമില്ല, ഇടയ്ക്ക് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറബിയാണല്ലോ എഴുതുന്നത്. അറബി എഴുതുമ്പോൾ അതിൻ്റെ നമ്മൾ മലയാളം എഴുതുന്ന പോലെയല്ലല്ലോ, വലത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ കയ്യെ കുത്താനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പേപ്പർ വെച്ചാലും മതി, ഇത് വലിയ ഒരു ടിപ്പൊന്നുമല്ല. എന്നാലും കൂടിയിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് എഴുതുകയാണ് ചെയ്യുക. അതായത് നമ്മൾ വലത് കൈയാണല്ലോ യൂസ് ചെയ്തിട്ടാണല്ലോ എഴുതുന്നത്. ഇടത് കൈ യൂസ് ചെയ്ത് എഴുതുന്നവർക്കുള്ള കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ വലത് കൊണ്ട് എഴുതുന്ന ആൾക്കാരാണെച്ചെങ്കിൽ നേരെ ഓപ്പോസിറ്റിന് എഴുതുക. നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വലിയ ടിപ്പായിട്ടൊന്നും എടുക്കണ്ട. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെച്ചെങ്കിൽ യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കളറിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പെൻസിലിൻ്റെ മാർക്ക് മായ്ക്കുക എന്നുള്ളതാണ്. പെൻസിലിൻ്റെ മാർക്ക് മായ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ റബ്ബർ വെച്ച് മായ്ക്കാതെ നോക്കാം. വലിയ റബ്ബർ വെച്ച് മായ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ച, അതായത് നമ്മുടെ പെന്നിൻ്റെ മുകളിലൊക്കെ റബ്ബർ ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ അറിയാതെ കൈ തട്ടിയിട്ട് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെന്നിൻ്റെ മാർക്കൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് ചെറിയ റബ്ബേഴ്സ് യൂസ് ചെയ്യുക. ഇപ്പോൾ പെൻസിലിൻ്റെ താഴേക്ക് ഉണ്ടാവില്ലേ, പെൻസിലിൻ്റെ താഴെയുള്ള ചെറിയ റബ്ബറിൻ്റെ കഷ്ണം, അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് എവിടെയാണോ നമ്മുടെ പെൻസിലിൻ്റെ മാർക്കുള്ളത് അത് എടുത്തിട്ട് മായ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ വലിയ റബ്ബേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതും ഒരു ചെറിയ ടിപ്പാണ്, ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ആയത്തുൽ കുർസി പാർട്ട് 1ഉം പാർട്ട് 2ഉം ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ട് വെച്ചെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ അറബിക് കാലിഗ്രഫി, ഇംഗ്ലീഷ് കാലിഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടാറുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. പോരാത്തതിന് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.